ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിനനന്തമാ ദൂരത്തിൽ നിന്നന്റെ അന്തരംഗം കാണും ദൈവം, ആഴത്തിനനന്തമാ ദൂരത്തിൽ നിന്നന്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം. പ്രൈസ് ഗോഡ്. നമ്മെ അറിയുവാൻ, നമ്മെ നടത്തുവാൻ, നമ്മെ കാണുവാൻ ഒരു ദൈവം നമുക്കുണ്ട്. മറ്റാരേക്കാളും നമ്മെ അറിയുന്ന, മറ്റാരേക്കാളും നമ്മെ സ്നേഹിക്കുന്ന, മറ്റാരേക്കാളും നമ്മുടെ സകല ജീവിത രഹസ്യങ്ങളെയും അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. സഭാപ്രസംഗി 12-ാം അധ്യായം 14-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അതേ പ്രീതി മക്കളെ, നാം രഹസ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളും ദൈവം ശ്രദ്ധ വെച്ചു കേട്ട് നമുക്കതിൻ്റെതായ പ്രതിഫലങ്ങളെ നൽകുന്നു. നാം രഹസ്യത്തിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, നന്മകളെ ഒക്കെ കർത്താവ് കണ്ട്, നാം വായിക്കുന്ന കൊർന്നൊല്യോസിൻ്റെ ദാനധർമ്മങ്ങളൊക്കെ അവൻ്റെ പ്രാർത്ഥന മാത്രമല്ല, ചെയ്ത ദാനധർമ്മങ്ങൾ ദൈവസന്നിധിയിൽ എത്തിയെന്ന്. അങ്ങനെയാണെങ്കിൽ നാം ചെയ്യുന്ന എല്ലാ ദാനങ്ങൾക്കും നല്ല പ്രവൃത്തികൾക്കും രഹസ്യമായി നാം ചെയ്യുന്ന എല്ലാറ്റിനും കർത്താവ് അറിഞ്ഞ് നമുക്ക് പ്രതിഫലങ്ങളെ നൽകുന്ന ദൈവമാണ്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു, നല്ലത് മാത്രമല്ല തീയതുമായ സകല പ്രവൃത്തിയെയും കർത്താവ് അറിയുന്നു. സ്തോത്രം. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. പ്രിയ ദൈവമക്കളെ, ന്യായവിധി ദിവസം ഏറ്റവും അടുത്തിരിക്കുന്നു. നിശ്ചയമായി സകല മനുഷ്യരും, നാം ഓരോരുത്തരും കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ട ദിവസം ഏറ്റവും ആസന്നമായിരിക്കുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അനുസരിച്ച് അതിൻ്റെതായ പ്രതിഫലങ്ങളെ നമുക്ക് ലഭിക്കും. നാം വായിക്കുന്നു, നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും ആമേൻ സ്തോത്രം കടന്നു പോകേണ്ടി വരും. പ്രിയതയോ മക്കളെ, നമ്മെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ സകല രഹസ്യങ്ങളും കർത്താവ് അറിയുന്നു. നമ്മുടെ അപ്പനറിയാത്ത, നമ്മുടെ അമ്മ അറിയാത്ത, നമ്മുടെ ഭർത്താവ് അറിയാത്ത, നമ്മുടെ ഭാര്യ അറിയാത്ത, നമ്മുടെ മക്കളറിയാത്ത, നമ്മുടെ പ്രിയപ്പെട്ടവരറിഞ്ഞൂടാ അവർക്കറിയാത്ത സകല രഹസ്യങ്ങളെയും കർത്താവ് കാണുന്നു. നമ്മുടെ വാക്കുകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നിരൂപണങ്ങൾ, സകലത്തെയും കർത്താവ് അറിയുന്നു. എന്നാൽ ന്യായവിസ്താരത്തിലേക്ക് ദൈവം അത് കൊണ്ടുവരുമ്പോൾ സകല രഹസ്യങ്ങളുമായി കർത്താവ് അത് വെളിപ്പെടുത്തുവാനിടയായിത്തീരും. ആയതിനാൽ ഹൃദയം നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് പങ്കുള്ളവരാകുന്നെന്ന് നാം വായിക്കുന്നത് പോലെ, ഇപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തിൽ, ഈ കൃപായുഗത്തിൽ സകല പാപങ്ങളെയും കുറവുകളെയും ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും രഹസ്യമായി പ്രവർത്തിച്ചിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ, നിരൂപിച്ചിട്ടുണ്ടോ, വചനത്തിന് വിരോധമായി എന്തെങ്കിലും ദൈവഭയമില്ലാതെ നാം ചെയ്തിട്ടുണ്ടോ, അതൊക്കെ നാം ദൈവസ്ഥാനത്തിൽ ഏറ്റുപറഞ്ഞ് നാം നിരപ്പ് പ്രാപിച്ചാൽ കർത്താവ് ക്ഷമിക്കുന്നവനും ദീർഘക്ഷമയുള്ളവനും മഹാദയാലുമാകുന്ന ദൈവമാണ്. നിശ്ചയമായി കർത്താവ് നമ്മോട് ക്ഷമിക്കും. നമ്മുടെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. എന്നാൽ നാം മറുത്ത് മത്സരിച്ച് നാം അതിനെ ഗണ്യമാക്കാതെ പോയാൽ നിശ്ചയമായി ആമേൻ സ്തോത്രം നാം നിത്യശിക്ഷാവധിക്ക് പോകേണ്ടി വരും. സ്തോത്രം. നമുക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിന്നത്. യേശു യാതൊരു കുറ്റം ചെയ്തിട്ടില്ല. കള്ളസാക്ഷികൾക്ക് പോലും എഴുന്നേറ്റ് യാതൊന്നും പറയുവാൻ കഴിഞ്ഞില്ല എന്ന് മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 59-ാം വചനത്തിൽ നാം വായിക്കുന്നു.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 നാം വായിക്കുന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലാൽ, നമുക്ക് സമാധാനം നൽകേണ്ടതിന്, നമുക്ക് സന്തോഷം നൽകേണ്ടതിനാണ് കർത്താവ് നമുക്ക് വേണ്ടി ശിക്ഷ വിട്ടത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 31-ാം വചനത്തിൽ വായിക്കുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. അതെ, ഉറപ്പ് നൽകിയിരിക്കുന്നു. നിശ്ചയമായി യേശു ക്രിസ്തു തന്നെ ന്യായം വിധിക്കുവാൻ, ആമേൻ, സ്തോത്രം സ്തോത്രം, ഈ ലോകത്തെ ന്യായം വിധിക്കും. ഇവിടെ നാം വായിക്കുന്ന ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവനൊരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ നന്നായി അറിയുന്നു. ആയതിനാൽ ആ ദൈവത്തെ ഭയപ്പെട്ട് മുഖംപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ആ ദൈവത്തിന് മുൻപാകെ ഈ നാടുകൾ ഭയത്തോടും ഭക്തിയോടും നമ്മുടെ പ്രവാസകാലം കഴിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുഡ് മോർണിംഗ് ആൻഡ് എ ബ്ലെസ്സഡ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.